വയനാട്ടിലേക്കാണ് പോകുന്നത്. VIP മണ്ഡലമാണ്. കേരളത്തിലെ UDF-ന് വേണ്ടി രാഹുൽ ഗാന്ധി സിറ്റിംഗ് MP തന്നെ മത്സരരംഗത്തിറങ്ങി. ആനി രാജ CPI-യുടെ ദേശീയ നേതാവ് LDF-ന് വേണ്ടിയും, K. സുരേന്ദ്രൻ BJP സംസ്ഥാന അധ്യക്ഷൻ തന്നെ NDA-ക്ക് വേണ്ടിയും രംഗത്തിറങ്ങിയ മണ്ഡലം. ദീപക് മോഹൻ നൽകും വയനാട്ടിലെ വിവരങ്ങൾ. ദീപക്, രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ചൊക്കെ വലിയ രീതിയിലുള്ള ചർച്ചകൾ, വിവാദങ്ങളൊക്കെ ഉണ്ടായതാണ്. മുഖ്യമന്ത്രി ഉൾപ്പെടെ വിമർശനവുമായി എത്തിയത് നമ്മൾ കണ്ടതാണ്. പക്ഷേ കഴിഞ്ഞ തവണ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിൽ ജയിച്ച രാഹുൽ ഫാക്ടർ ആയിരുന്നു കേരളം മുഴുവൻ അലയടിച്ചത്. ഈ തവണ അതിന് കുറവ് വന്നിട്ടുണ്ടോ? ആനി രാജയിലൂടെ LDF-ന് വലിയ മുന്നേറ്റം അവിടെ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രനെ തന്നെ രംഗത്തിറക്കി NDA ഒരു വോട്ട് പോലും ചോരുന്നില്ല എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്തിരുന്നു. വിനീത നേരത്തെ പറഞ്ഞതുപോലെ കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധിയുടെ ഒരു ഫാക്ടർ ഉണ്ടായിരുന്നു. എന്നാൽ ഇത്തവണ അതിന് ചെറിയ രീതിയിലൊരു ഇടിവ് സംഭവിച്ചു എന്ന് വേണം കരുതാൻ. പ്രധാനമായും ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായി CPI-യുടെ ദേശീയ മുഖമുള്ള ദേശീയ സമരങ്ങളിലെല്ലാം ശ്രദ്ധേയമായ അനുരാജയാണ് സ്ഥാനാർത്ഥിയായി എത്തിയത്. അതോടൊപ്പം BJP-യുടെ സ്ഥാനാർത്ഥിയായി സംസ്ഥാന അധ്യക്ഷൻ കൂടി എത്തിയതോടെ വയനാട് ദേശീയ ശ്രദ്ധയിലേക്ക് എത്തി. മാത്രമല്ല കഴിഞ്ഞ 3 തവണയാണ് വയനാട് ലോക്സഭാ മണ്ഡലം രൂപീകരിച്ചതിന് ശേഷം തിരഞ്ഞെടുപ്പ് നടന്നത്. 2009, 2014, പിന്നീട് 2019 അങ്ങനെ 3 തവണ ഇലക്ഷൻ നടന്ന സമയത്തും വയനാട് ലോക്സഭാ മണ്ഡലം UDF-നൊപ്പമായിരുന്നു. ഏറ്റവും ആദ്യം UDF-ന്റെ MI ഷാനവാസ് 1,00,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചു. എന്നാൽ തൊട്ടടുത്ത തവണ 10,000-ന് മുകളിലേക്കായി അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം. എന്നാൽ മൂന്നാമത്, അതായത് 2019 രാഹുൽ ഗാന്ധി വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ മത്സരത്തിനായി എത്തിയതോടുകൂടിയാണ് വയനാട് ലോക്സഭാ മണ്ഡലം ദേശീയ ശ്രദ്ധയിലേക്ക് എത്തിയത്. അന്ന് രാഹുൽ ഫാക്ടർ ഉണ്ടായിരുന്നു. എന്നാൽ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ അതായത് ഇടതുപക്ഷത്തിന്റെയും UDF-ന്റെയും ഒപ്പം BJP-യുടെയും സ്ഥാനാർത്ഥികൾ പ്രധാനപ്പെട്ട ആളുകളായതുകൊണ്ട് തന്നെ വയനാട് ലോക്സഭാ മണ്ഡലം എല്ലാവരും കൗതുകത്തോടെ വീക്ഷിക്കുന്ന ഒന്നാണ്. ഏതായാലും കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി 4,00,000-ലധികം, അതായത് 4,31,770 റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ് ലോക്സഭയിലേക്ക് വിജയിച്ച് കയറിയത്. എന്നാൽ ഇത്തവണ അതിന് വലിയ രീതിയിലൊരു ഇടിവുണ്ടാകും എന്ന് തന്നെയാണ് എല്ലാവരും കരുതുന്നത്. കാരണം ശരി, വയനാട്ടിൽ വാഴുന്നതാര് എന്ന് തന്നെയാണ് അറിയേണ്ടത്.